അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ഉച്ച നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പൊക്കെ എടുത്തിട്ട് എടുക്കാനുള്ള ഒരു ഇതിലുണ്ടായിട്ടില്ല കേട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ട്രെൻഡ്സിലാണ് പോയി നോക്കിയത്. പിന്നെ റിലയൻസിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്, മോനിക്കും ഒക്കെ മോൾക്ക് ഒരു ടോപ്പൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം എടുത്ത് വന്ന് ഇപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ ഒരു 5-5:30 മണിയായപ്പോൾ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പരിപ്പ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ, പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരിപ്പ് വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കട്ട് ചെയ്തൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തരിക്കഞ്ഞി ഇവിടെ ഉപ്പാക്കും മക്കൊക്കെ വേണം, അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തന്നെ നമ്മളെപ്പോഴും തരിക്കഞ്ഞി കൂടുതൽ ഉണ്ടാക്കാറില്ല. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇടാനുള്ള എന്താ പറയുക, നോമ്പായ പിന്നെ ഇടാൻ പറ്റുന്നില്ല കേട്ടോ. ഓരോ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു നേരമാവും. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഇൻഷാല്ലാ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടണമെന്നുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും. പിന്നെ ഇതിപ്പോൾ സമയമായപ്പോൾ, നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഓരോന്നും കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. ഫ്രൂട്ട്സും ഡേറ്റ്സും എല്ലാം പിന്നെ പരിപ്പ് വട അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ജ്യൂസായാലും ഫ്രൂട്ട്സൊക്കെ ആയാലും നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം തണുപ്പായതിനു ശേഷമാണ് എടുക്കാറ്. പറഞ്ഞാൽ ഒരു 5:30 മണി അങ്ങനെയൊക്കെ എടുത്ത് കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. നേരത്തെ കട്ട് ചെയ്ത് വെക്കാറില്ല, ഒരല്പം തണുപ്പുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ജ്യൂസൊക്കെ ആയാലും അടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പാക്കിയതിന് ശേഷം എടുക്കാറ് കേട്ടോ. പറഞ്ഞാൽ വല്ലാണ്ട് തണുപ്പാക്കാറില്ല, ഇവിടെ തൊണ്ടക്കൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് വെച്ചിട്ട്. കുട്ടികൾക്കും എന്നെ ആർക്കും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു തണുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചെടുക്കും. പിന്നെ ജ്യൂസായിട്ട് മാസാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മാസ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഉണ്ടായി. പിന്നെ പൈനാപ്പിളിൻ്റെ ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിളിൻ്റെ ജ്യൂസ് അടിച്ച് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് താഴെ കുറച്ച് സബ്സി സീഡ്സും ഇട്ടിട്ട് ജ്യൂസ് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഗ്ലാസ്സിലും ജ്യൂസും വെള്ളമൊക്കെ റെഡിയാക്കി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ കുട്ടികളും നോമ്പറക്കാനൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളും പോയി വന്നതിന് ശേഷം വെയിൽ കാരണം മോനൊക്കെ അങ്ങനെ സോഫയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സൈഡിൽ സോഫമ്മ കിടന്ന് ഇങ്ങനെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഇത് രാത്രി എടുത്തത് കേട്ടോ. അത് രാത്രി തറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ ഒന്ന്. ഇത് മോൻ്റെ ഷർട്ടും മോൾക്കുള്ള ജീൻസിൻ്റെ മുകളിലുണ്ടായ ടോപ്പും പിന്നെ അവൾക്ക് വേറൊരു ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ടോപ്പും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാക്ക് ഷർട്ടും പാൻറ്റും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.